പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? കേൾക്കാം. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ വചനവുമായി ഈ ചിക്കാഗോ പ്രയർ ലൈനിൽ കടന്നു വരുവാൻ ദൈവം ഒരു അവസരം കൂടെ നൽകിയത് ഓർത്ത് സ്തോത്രം. വിശിഷ്യ ഈ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച കർത്തൃദാസൻ സുനിൽ കുമാറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തെ ഓർത്ത് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരനുഭവമുണ്ട്. താൻ രോഗിയായി ക്ഷീണിതനായി ചില നാളുകളായിരിക്കുന്നല്ലോ. ദൈവം കൊടുത്ത എല്ലാ വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഈ ചിക്കാഗോ പ്രയർ ലൈനിന്റെ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം വഹിക്കുന്ന മറ്റ് കർത്തൃദാസന്മാർ, അനീഷ് ജെ കർത്തൃദാസൻ, അതുപോലെ തന്നെ റജി കോശി, ഈ പ്രാർത്ഥനയ്ക്ക് അവസരമെടുത്ത ദൈവദാസിദാസന്മാർ, മറ്റ് ഈ സൂമിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനം. പ്രത്യേകിച്ച് അന്നമ്മ സിസ്റ്റർ മുഖാന്തരം ഈ ഗ്രൂപ്പിൽ ഞാനും ഒരു അംഗമായി തീർന്നു. എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും വരാൻ കഴിയുന്നില്ല. ഇന്ന് രാവിലെ മറ്റൊരു പ്രാർത്ഥന കഴിഞ്ഞാണ് സുനില് കുമാർ എന്നോട് പറഞ്ഞത് കൊണ്ട് അവിടെ നിന്ന് നേരെ ചാടി ഇങ്ങോട്ട് പോരുക. വേറൊരു പ്രാർത്ഥന 5 മണി മുതൽ 6 മണി വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ ഗ്രൂപ്പിലേക്ക് പോരുകയായിരുന്നു. മിക്കവാറും പ്രാർത്ഥനയും പരസ്യങ്ങളും ശുശ്രൂഷകളും ഒക്കെ തുടർമാനം ചെയ്യുവാൻ കർത്താവ് ആവത് തരുന്നത് പോലെ ചെയ്യാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. സ്തോത്രം. ഈ പറയുന്ന പോലെ ഒന്നും സാധിക്കുന്നില്ല. കാരണം പ്രായമൊക്കെ ആയപ്പോ അതിൻ്റെതായ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. സുനിൽകുമാർ പറഞ്ഞതുപോലെ ഞങ്ങളെ സ്തോത്രം ഒരു സമയം പോലും കളയാതെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചവരാ. പക്ഷെ ഞാൻ ഇപ്പോൾ വളരെ ഭാരപ്പെടുന്ന ഒരു കാര്യം, പണ്ടത്തെ പോലുള്ള ആരോഗ്യം നമുക്കിപ്പോ ഇല്ല. നല്ലൊരു പരസ്യത്തിൽ ഒന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടതുപോലെ ആരോഗ്യമില്ല. മറ്റത് അങ്ങനെയല്ല. 2, 3, 4 പരസ്യത്തിലൊക്കെ പ്രസംഗിക്കുന്നതിന് വലിയ കുഴപ്പമില്ല. ക്ഷീണം വളരെ ബാധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാം, നല്ല അവസരം നോക്കി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടോണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സംഗതി കുഴയും. സ്തോത്രം. ശലോമോൻ പറഞ്ഞതുപോലെ വല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് വരും. അന്നേരം കർത്താവ് എന്നെ കൊണ്ട് പറ്റുകയില്ലല്ലോ, കഴിയുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കാൻ ആർക്കും ഇടയാകാതെ കിട്ടുന്ന അവസരം പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ശുശ്രൂഷയ്ക്കും ദൈവത്തിന്റെ വിളി അകത്ത് കത്തുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സമർപ്പണമുള്ളവരായി മുന്നോട്ട് പോകുവാൻ ഏവരോടും ഒരു വാക്കിൽ ഓർപ്പിക്കുക. കാരണം കാലം വേഗം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ആമേൻ. ശക്തിയോടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി രാവിലെ സമയം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അനവധി വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ശക്തമായി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വെറും ലാഘവത്തോടെ പ്രാർത്ഥിച്ചു വിടുകയല്ല, മറിച്ചൊരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഈ നാളുകളിൽ ദേശത്തെ പിടിച്ചടക്കുവാൻ, കുടുംബങ്ങളെ പിടിച്ചടക്കുവാൻ, ശാപങ്ങൾക്ക് നടുവിൽ അത്ഭുതം നടക്കുവാൻ, നമ്മുടെ വിഷയങ്ങളുടെ മേൽ ഒരു ദൈവ പ്രവൃത്തി രാവിലെ വെളിപ്പെടുവാൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്ന ദൈവാത്മാവിന്റെ കരം ഇന്ന് രാവിലെ ചലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം ചെയ്തുകൊണ്ട് ഒരല്പസമയം ഒരു ചിന്ത നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. അല്പസമയത്തെ വിചിന്തനത്തിന് വേണ്ടി ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്യഭാഗം, ആമേൻ, അതിന്റെ 3-ാം അധ്യായം 2-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പ് നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ കഴിയും മുമ്പ് അതിനെ വെളിപ്പെടുത്തേണമേ. ഒന്നുകൂടെ വായിക്കുന്നു: യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പ് നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. മാത്രമല്ല, ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് അത് വെളിപ്പെടുത്തേണമേ. സ്തോത്രം. പഴയ ഒരു പാട്ടിന്റെ 1-2 ചരണങ്ങൾ പലപ്പോഴും എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു പാട്ടാണ്. പഴയൊരു പാട്ടാണെങ്കിലും ആണ്ടുകളാകവേ തീർന്നിടും ആയതിൻ മുന്നമേ നാഥാ നിൻ കൈകളിൻ വേലയെ
ജീവിപ്പിക്കണമേ. നാഥാ നിൻ കൈകളിൻ വേലയെ ജീവിപ്പിക്കണമേ. നിന്നാത്മാവിലാകുവാൻ നിത്യാനന്ദം നേടുവാൻ തവ വാഗ്ദത്തം പോൽ സ്വർഗതാതാ. ഈ യുഗാന്ത്യ വേളയിൽ വാനിൽ നിന്നും ഞങ്ങളിൽ ഉണർവരുൾക ഇന്നേരം ദേവാ. ആത്മ തേജസ്സിനാലെ മേവാ. ഈ യുഗാന്ത്യ വേളയിൽ വാനിൽ നിന്നും ഞങ്ങളിൽ ഉണർവരുൾക ഇന്നേരം ദേവാ. ആദിമാശ്രേഹവും ജീവനും ത്യാഗവും മാഞ്ഞുപോയി. ആദിമാസ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞുപോയി. ദൈവവിശ്വാസമോ കേവലം പേരിനു മാത്രമായി. തന്നാലും നിന്നാലയെ തന്നാലും ജീവാവിയെ തവ വാഗ്ദത്തം പോൽ സ്വർഗതാതാ. ഈ യുഗാന്ത്യ വേളയിൽ വാനിൽ നിന്നും ഞങ്ങളിൽ ഉണർവരുൾക ഇന്നേരം ദേവാ. ഈ രാവിലെ തണുത്ത് മറച്ചൊക്കെ ഇരിക്കാതെ ഒരു ഉണർവിന്റെ കാറ്റൊന്ന് വീശട്ടെ. ഈ യുഗാന്ത്യ വേളയിൽ വാനിൽ നിന്നും ഞങ്ങളിൽ ഉണർവരുൾക ഇന്നേരം ദേവാ. ആത്മ തേജസ്സിനാലെ മേവാ. ഈ യുഗാന്ത്യ വേളയിൽ വാനിൽ നിന്നും ഞങ്ങളിൽ ഉണർവരുൾക ഇന്നേരം ദേവാ. ഒരാത്മീയ ഉണർവിന് വേണ്ടി നമുക്ക് കൊതിക്കാം. ഒരു ദൈവ പ്രവൃത്തി ഈ കാലങ്ങളിൽ നമ്മുടെ മധ്യേ വെളിപ്പെടട്ടെ. ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് നിന്റെ പ്രവൃത്തിയെ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തണം. ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ്. ഈ വർഷം തീരാൻ ഇനി എണ്ണപ്പെട്ട ചില ദിവസങ്ങളെ. ചില ദിവസങ്ങളുടെ കഴിയുമ്പോൾ ഈ വർഷം അവസാനിക്കും. കാലമാകുന്ന വടവൃക്ഷത്തിൽ നിന്ന് ഒരു ഇല കൂടെ കൊഴിഞ്ഞു വീഴുവാൻ ചില ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. നമ്മുടെ ആയുസിന്റെ ദിനങ്ങളും ഇതുപോലെ വേഗം കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുക. ദിവസങ്ങൾ വളരെ വേഗം ഓടിക്കൊണ്ടിരിക്കുക. പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു, ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ്. ചിക്കാഗോ പ്രയർ ലൈനിൽ ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഈ ആണ്ട് തീരുന്നതിന് മുമ്പ് ഒരു ദൈവ പ്രവൃത്തി കാണുവാൻ എത്ര പേര് തയ്യാറുണ്ട്? സ്തോത്രം. നിന്റെ പ്രവൃത്തിയെ നീ വെളിപ്പെടുത്തണമേ. ഓ, ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് നിന്റെ പ്രവൃത്തി അവിടെ നിന്ന് വെളിപ്പെട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ദൈവദാസൻ ഒരിക്കൽ ഒരിടത്ത് ശുശ്രൂഷിക്കുമ്പോൾ ദൈവമക്കളെല്ലാം ശക്തമായി പ്രാർത്ഥിക്കുക, ഒരു വലിയ ഉണർവുണ്ടാകാൻ. പറഞ്ഞു കേട്ടതാ കേട്ടോ, സംഭവം ശരിയാണോ എവിടെയാണോ എന്നൊന്നും ചോദിക്കരുത്. 21 ദിവസം പ്രാർത്ഥന ഇങ്ങനെ നടക്കുക. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന് ഭയങ്കര ഉണർവുണ്ടാകാൻ പോവാ. എല്ലാവരും പ്രാർത്ഥിച്ചതല്ലേ, ശക്തമായി പ്രാർത്ഥിച്ചു. അതെ, നമ്മൾ സെമിത്തേരിയിലോട്ട് പോകാൻ പോവാ. സെമിത്തേരി ചെന്ന് നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചു പോയ ചിലരെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവാന്ന് പറയും. ഓ, ദൈവമക്കൾക്കൊക്കെ ഭയങ്കര ഉണർവായി. അയ്യോ, ഇത്രയും വലിയ ഉണർവ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര അത്ഭുതം നടക്കാൻ പോവാ. എല്ലാവരും കൂടെ സെമിത്തേരി പോയി. സെമിത്തേരി ചെന്നു. പാസ്റ്റർ അങ്ങോട്ട് മുൻപോട്ട് ചെന്നിട്ട് ആദ്യമേ ഒരു അച്ചായന്റെ ഡെഡ് ബോഡിക്ക് മുന്നിൽ, അത് അടക്കിയിരിക്കുന്നതിന് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ നിന്റെ ദാസനെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അമ്മച്ചി വന്നേച്ച് പറഞ്ഞു, ഈ എഴുന്നേൽപ്പിക്കരുത്. കാരണം ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ അനുഭവിച്ചത് എനിക്കല്ലേ അറിയാൻ പറ്റും. എന്തൊരിടപാടാ, ഇതിന് ഉണർവ് നടക്കുമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കാൻ വന്നു. അമ്മച്ചി പറഞ്ഞു, എന്റെ അച്ചായനെ ഇനി എഴുന്നേൽപ്പിക്കരുത്. അച്ചാനെ എഴുന്നേൽപ്പിച്ചാൽ സഹിക്കുന്നത് പാസ്റ്ററല്ല, ഞാനാന്ന് പറഞ്ഞു. പാസ്റ്ററിന്റെ ഉണർവും പോയി, സഭയുടെ ഉണർവും പോയി, അച്ചായന്റെ ഉണർവും പോയി. അച്ചാനെ എഴുന്നേൽപ്പിക്കാൻ അമ്മച്ചി സമ്മതിച്ചില്ല. വേറൊരു കല്ലറയ്ക്കാൻ ചെന്നപ്പോ അതുപോലെ തന്നെ വേറൊരുത്തം വന്നിരിക്കുന്നു. അയ്യോ, അത് ഉടനെ എഴുന്നേൽപ്പിക്കണ്ട, കാരണം എഴുന്നേൽപ്പിച്ചാൽ അപ്പൊ ഉണർവിന് തടസ്സക്കാരാരാ? അതാ ഞാനീ പറഞ്ഞു വന്ന്. ദൈവം പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് ഈ പാസ്റ്റർ എങ്ങനെയോ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ഇവര് പറയാ, അവരെഴുന്നേറ്റാ കുഴപ്പമാണ്.
അപ്പൊ നമ്മൾ പലരുമാണ് ഉണർവിന്റെ തടസ്സക്കാര്. ദൈവം അത്ഭുതം പൂർത്തിക്കുമെന്ന് ഇന്ന് രാത്രി പ്രഭാതത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ വാസ്തവത്തിൽ അത്ഭുതം നടക്കും. നമ്മൾ മനസ്സുകൊണ്ട് പറയാ, കാര്യം പാസ്റ്റർ ഇത്രയൊക്കെ വലിയ കാര്യമൊക്കെയാ പറയുന്നെങ്കിലും സംഗതി നടക്കുവോ പാസ്റ്ററെ? ഇത് വല്ലതും നടക്കുന്ന കാര്യമാണ്? ഇങ്ങനെ വല്ലതും ഉണ്ടാകുവോ? സ്തോത്രം. ഇന്ന് രാവിലെ സമയം നമുക്ക് കടന്നൊന്ന് വിശ്വസിക്കാം. ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി പ്രാർത്ഥനാ വിഷയങ്ങളുമായി ദൈവസന്നിധി മുഴങ്കാലം മടക്കിയിരിക്കുന്ന ദൈവജനത്തോട് എനിക്ക് ആദ്യമേ ഓർപ്പിക്കാനുള്ളത്, കടന്ന് നമുക്കങ്ങ് വിശ്വസിക്കാം. നമ്മളെ അങ്ങ് കർത്താവിന് വേണ്ടി ഒന്ന് അർപ്പിക്കാം. നമ്മളെ ഒന്ന് ട്രസ്റ്റ് ചെയ്യാം. അവനിൽ അങ്ങ് ആശ്രയിക്കാം. നമ്മുടെ വിഷയത്തിന്റെ മേൽ അവൻ ആർക്കും ചെയ്യാൻ കഴിയാത്തത് ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് ഒരു പ്രവൃത്തി വെളിപ്പെടുത്തത്തക്ക നിലയിൽ നമ്മുടെ ദൈവം ഇന്ന് രാത്രി ചുരുക്കം പേരെ ഉള്ളെങ്കിലും ഈ പ്രളയനിൽ കടന്നു വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്ക്. ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ഇതിന്റെ 1-ാം അധ്യായത്തിലേക്ക് വരാം. 1-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. വിശദീകരിച്ചു പോകാനുള്ള സമയം എന്റെ മുൻപിലില്ല. വളരെ വേഗം കമ്പിവാചകം പോലെ ഞാൻ മുൻപോട്ട് പോകും. സ്തോത്രം. നാം ഇങ്ങനെ വായിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം എന്താ? യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. അയ്യോ, നിലവിളിക്കുന്ന ഒരു പ്രവാചകൻ. എത്രത്തോളം ഞാൻ അയ്യം വിളിക്കും. ഞാൻ വിളിക്കുന്നുണ്ട്, പക്ഷെ നീ എന്ത് ചെയ്യുന്നില്ല? നീ കേൾക്കുന്നില്ല. എത്രത്തോളം ഞാൻ അയ്യം വിളിക്കും. നിലവിളിയുടെ പ്രവാചകൻ നിലവിളിച്ച് തുടങ്ങുകയാണ്. ഈ ശുശ്രൂഷ ആരംഭിക്കുക തന്നെ ഒരു നിലവിളിയോടുകൂടി ആരംഭിക്കുന്നു. നിലവിളിയോടുകൂടി ആരംഭിക്കുന്നു. എത്രത്തോളം എത്രത്തോളം എത്രത്തോളം. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം അതാ, എത്രത്തോളം? കർത്താവെ, എത്രത്തോളം? ഈ വിഷയം എത്രത്തോളം? ഈ ഭാരം എത്രത്തോളം? ഈ പ്രതിസന്ധി എത്രത്തോളം? ആമേൻ. ചില ചോദ്യങ്ങളുമായിട്ടാണ് ദൈവസന്ധി പ്രവാചകൻ തുടങ്ങുന്നത്. പക്ഷേ പ്രവചനം ശുശ്രൂഷ അവസാനിക്കുന്നതിന് മുമ്പ് ചില മറുപടികളുമായി നിനക്ക് എഴുന്നേക്കുവാനായിട്ട് കഴിയും. ചോദ്യങ്ങളുമായി ദൈവസന്ധി വന്നിരിക്കുന്ന എത്രത്തോളം കർത്താവേ. വാക്യങ്ങൾ വേറെ ഞാൻ എടുക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി മൂലം. 13-ാം സങ്കീർത്തനത്തിൽ അതേ ചോദ്യം ചോദിക്കുന്ന സങ്കീർത്തനക്കാരനെ കാണാം. എത്രത്തോളം ഞാൻ ദുഃഖിച്ചിരിക്കേണ്ടി വരും? എത്രത്തോളം ഞാൻ വിഷമിച്ചിരിക്കേണ്ടി വരും? ആമേൻ. ഒടുവിൽ ആ സങ്കീർത്തനം തീരുന്നത് ചെറിയ സങ്കീർത്തനമാ. തീരുമ്പം പറയാ, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. ഇന്ന് രാവിലെ സമയം എത്രത്തോളം എന്ന് ചോദിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ആമേൻ ചിന്തിക്കുന്ന ദൈവമേ, നിന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവത്തെയാ ആമേൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. എത്രത്തോളം എത്രത്തോളം കർത്താവേ എന്ന് ചോദിച്ച് ഭാരപ്പെടുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേൻ. ഇത്രയും വലിയൊരു പ്രതിസന്ധി എന്റെ ജീവിതത്തിന് നേരെ കടന്നു വന്നിട്ട് ഇത് എത്രത്തോളം മുൻപോട്ട് പോകും? ഇതിന്റെ മേൽ എനിക്കൊരു ജയം എത്രത്തോളം? എനിക്കൊരു വിടുതൽ എപ്പോൾ? എനിക്ക് എങ്ങനെ ഒരു ആമേൻ അത്ഭുതം? എനിക്ക് എങ്ങനെ എന്റെ കുടുംബത്തിന് എങ്ങനെ ആമേൻ എന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടി ഇന്ന് രാവിലെ സമയം സ്വർഗം തരാതിരിക്കത്തില്ല. പ്രവാചകൻ ചോദ്യത്തോടുകൂടെ ആരംഭിക്കുക. സ്തോത്രം. ചോദ്യത്തോടുകൂടെ ആരംഭിച്ച് മുൻപോട്ട് വരുമ്പോൾ 2-ാം അധ്യായത്തിലേക്ക് വരണം. എല്ലാ വിഷയങ്ങളും പറയാനുള്ള സമയം എന്റെ മുൻപിലില്ല. 2-ാം അധ്യായത്തിലേക്ക് പെട്ടെന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവരിക. പ്രവാചകൻ 2-ാം അധ്യായത്തിൽ തന്റെ ആവലാതിയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 2-ന്റെ ആമേൻ നമ്മൾ നോക്കിയേ. ഞാൻ കൊത്തളങ്ങളിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യും എന്നെന്റെ ആവലാതി സംബന്ധിച്ച് എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വെക്കും. എത്രത്തോളം എന്ന് ചോദിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ നടുവിൽ പ്രവാചകൻ എവിടെ നിൽക്കുക? കൊത്തളങ്ങളിൽ കാവൽ കാത്തുകൊണ്ട് നിൽക്കുക. കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്താണ് അരുളി ചെയ്യുന്നതെന്ന്, എന്റെ ആവലാതിയെ കുറിച്ച് എന്താണ് അവന് പറയാനുള്ളതെന്ന് ഞാൻ ദൃഷ്ടി വെക്കും. ഇന്ന് രാവിലെ സമയം ഞാൻ ചോദിക്കട്ടെ, നിന്നോടുള്ള ദൈവത്തിന്റെ ശബ്ദം എന്താണെന്ന് അറിയാൻ എത്രത്തോളം ദൈവത്തിങ്കൽ ദൃഷ്ടി വെച്ചിട്ടുണ്ട്? ഹല്ലേലൂയ. ഇത്രയും ഒരു വലിയ പ്രതിസന്ധിയാണല്ലോ. ഇനിയിപ്പോ ഞാൻ കാവൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് വഴിമാറിപ്പോയില്ല.
ദൈവം ഏൽപ്പിച്ച ഇടത്ത് കാവൽ നിൽക്കുക പ്രവാചകൻ. സ്തോത്രം. കാവൽക്കാരാ രാത്രി എന്താ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി പറയത്തക്ക നിലയിൽ ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ട ഇടത്ത് നിന്നുകൊണ്ട് പ്രവാചകൻ പറയുക, എനിക്ക് ചില അപരാധികൾ ഉണ്ടെങ്കിലും ഞാൻ ദൈവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കും. എന്നോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട് എന്താ, ദൈവത്തിന്റെ ആലോചന എന്താ, ദൈവ ശബ്ദം എന്താ, അത് ഗ്രഹിക്കാൻ ഞാൻ ഈ ദിവസങ്ങളിൽ മറ്റാരേക്കാളും എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ദൃഷ്ടി പതിപ്പിക്കുമെന്ന് പ്രവാചകൻ ഇവിടെ വിളിച്ചു പറയുക. അങ്ങനെ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ യഹോവ എന്നോട് ഉത്തരമരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ശ്രദ്ധിക്കണം, ആ വാക്യങ്ങളെല്ലാം ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം. ഓ ശബ്ദരാജന, ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട് കേട്ടോ പ്രവാചകനെ. ഇന്നലകളിൽ നിനക്ക് തന്ന ചില ദർശനങ്ങളുണ്ട്. ഇന്നത്തെ ഈ ആവലാതി നിമിത്തം നീ ഭാരപ്പെടണ്ട. ദർശനത്തിന് തമ്പുരാൻ ഒരു അവധി വെച്ചിട്ടുണ്ട്. സ്തോത്രം, ആമേൻ. അതിങ്ങനെ വായിക്കുന്നത് നമ്മുടെ പുസ്തകത്തിൽ അല്പ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. അങ്ങനെയല്ല. ശരിയായ ഭാഷാന്തരം വായിക്കുന്നവർ ഓടാൻ തക്കവണ്ണം എന്നാണ്. നിങ്ങൾ പഠിച്ചു നോക്കണം. ഇപ്പൊ അതൊക്കെ വിശദീകരിക്കാനുള്ള സമയം എടുക്കുന്നില്ല. വായിക്കുന്നവർ ഓടണം. നീ പ്രാപിച്ച ദർശനം അത് തെളിവായി ഈ ദിവസങ്ങളിൽ വരയ്ക്കണം. ഈ ആണ്ടിന്റെ ഒടുവിൽ പരിശുദ്ധാത്മാവ് അപരാധിയുള്ള ഹബക്കൂക്കിനോട് പറയുക, നീ പ്രാപിച്ച ദർശനം തെളിവായി വരയ്ക്കണം. കാരണം ഓടാതെ ചിലര് പമ്മി നിപ്പുണ്ട്. അവര് വായിച്ചിട്ട് ഓടണം. ചൂടാബാല ഹത്തര ജനതര ഹൗളബല. ഇന്ന് ഈ ചിക്കാഗോ പ്രയറിൽ വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നീയും പമ്മി നിന്ന്, നിന്റെ കൂടെ നിൽക്കുന്നവരും പമ്മി നിന്ന്, ഒരു പരുവക്കേടി കർത്താവിനെ സേവിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. സാഹചര്യവും പറഞ്ഞ്, അതും പറഞ്ഞ്, ഇതും പറഞ്ഞ്, ഓ കർത്താവേ മേലെ, കർത്താവേ എന്നാ മേലെ. ദൈവം നിന്നെ വിളിച്ച വിളിയുടെ ശക്തി നിനക്കറിയാമോ? സ്തോത്രം. ആനയ്ക്ക് ആനയുടെ പവർ അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ ശക്തിയുടെ വിടുതലിന്റെ ഉന്നതമായ അനുഭവത്തിലേക്ക് ദൈവം നിന്നെ വിളിച്ചെങ്കിൽ സാഹചര്യത്തെ നോക്കി ആപരാധി പറയാനല്ല, നീ പ്രാപിച്ച ദർശനവും ദൈവകൃപയും ആത്മീക അനുഭവങ്ങളും ഈ ദിവസങ്ങളിൽ വരച്ചു വെക്ക്. ദൈവം ചില പ്രവൃത്തികൾ ചെയ്യാൻ പോകുകയാണ്. ചൂണ്ടാമാന ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക. ഇന്ന് രാവിലെ സമയം, അധിക സമയമില്ലെങ്കിലും ആത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറുകയാണ്. ഈ രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ വലാതി സംബന്ധിച്ച് ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്. പക്ഷെ നീ പ്രാപിച്ച ദർശനത്തിനൊത്തവണ്ണം ഈ ദിവസങ്ങളിൽ ചിലരെ കൂടെ മുൻപോട്ട് നയിക്കത്തക്ക നിലയിൽ, ചില പ്രവൃത്തിയുടെ ചെയ്യത്തക്ക നിലയിൽ, ചില വിടുതലൂടെ പകരത്തക്ക നിലയിൽ ഈ ദിവസങ്ങളിൽ ദർശനം വരച്ചു വെക്ക്. സ്തോത്രം. പൗലോസിനെ കുറിച്ച് പറഞ്ഞത് ദ വിഷൻ ഓഫ് മാൻ എന്ന, ദർശനങ്ങളുടെ മനുഷ്യൻ എന്ന. ദർശനങ്ങളുടെ മനുഷ്യൻ. ദമസ്കോസിന്റെ പടിവാതിക്കൽ നമുക്കറിയാം, സൂര്യനെ കവിയുന്ന വെളിച്ചത്തിൽ ഇങ്ങേര് കവന്നു വീണു. അവിടെ കിടന്നുകൊണ്ട് ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? അന്ന് വരെ പുള്ളിയുടെ മേൽ കർത്തൃത്വമുള്ള ഒരാളുണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ അന്ന് മനസ്സിലായി, കർത്തൃത്വമുള്ള ഒരുവനുണ്ട്, ഒരു കർത്താവുണ്ട്. അവിടെ കിടന്നുകൊണ്ട് പുള്ളി ഏറ്റു പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മാനപാത്രമാണ്. അന്ന് ആ ദർശനത്തിലേക്ക് പൗലോസ് നടത്തപ്പെട്ടതാ. ഒരിക്കൽ അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പൗലോസ് പറഞ്ഞൊരു പദം കേൾക്കണമോ? അല്ലയോ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ചെറിയവരോടും വലിയവരോടും ഒരുപോലെ കർത്താവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ സാക്ഷ്യം പറഞ്ഞു പോരുന്നു. അന്ന് ആ പ്രാപിച്ച ശുശ്രൂഷ ഇന്നും അകത്ത് കിടപ്പുണ്ട്. ചിലർ ഇടയ്ക്കിടയ്ക്ക് പ്രാപിക്കും, ഇടയ്ക്കിടയ്ക്ക് പോവും, ഇടയ്ക്കിടയ്ക്ക് ഷൂ ആകും. പണ്ട് മേരിക്കോര് പറഞ്ഞ പോലെ വെടി ഷൂ ആയി പോയെന്ന് പറഞ്ഞ പോലെ ഭയങ്കര പടക്കമാ കത്തിക്കുന്നെന്ന് തോന്നും, പക്ഷെ ഷൂ ആയി പോവും സംഗതി. ഭയങ്കര ദർശനമാന്നൊക്കെയാ പറയുന്നത്, പക്ഷെ സംഗതി ഒന്നുമില്ല.
ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര പിടിക്കുകയല്ല. നമുക്കൊക്കെ പിടിക്കുന്നത് എന്നാ ചോദിച്ചാൽ, ഇപ്പം എന്ന് പറയുമ്പോൾ മേളിലോട്ട് കയറ്റിയേക്കാം, അല്ലെങ്കിൽ കാനഡയ്ക്ക് വിട്ടേക്കാം, അല്ലെങ്കിൽ വെളിയിലോട്ട് വിട്ടേക്കാം. ശരിയായ വചനം പറയുന്നത് പലർക്കും അത്ര തൃപ്തിയില്ല. പക്ഷെ എന്നാ കാര്യം എന്നറിയാവോ, ഈ കാനഡയ്ക്ക് പോക്കും വെളിയിൽ പോക്കും ഒക്കെ നടക്കും. നമ്മൾ പ്രാപിക്കേണ്ട ദൈവകൃപ ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുത്താൽ ചില വിടുതലുകൾ തന്നെ നടന്നു വരും. സ്തോത്രം. കുറ്റി ഈ ദിവസങ്ങളിൽ കുഴി മാന്തുമ്പോ കുറ്റി തന്നെ പറയൂ എന്ന് പറഞ്ഞ പോലെ, ഈ ദിവസങ്ങളിൽ ചിലത് അവൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ അവൻ വെളിപ്പെടേണ്ട വിടുതലുകൾ തന്നെ വെളിപ്പെടും. അവൻ ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ ഒന്ന് പ്രാപിച്ചൊന്ന് വരയ്ക്കണം. ഒന്ന് വരയ്ക്കണം. കാരണം നിന്റെ കൂടെ ഉള്ളവരെല്ലാം ഒന്ന് ഓടണം, ഒരു കൃപ പ്രാപിക്കണം, ദൈവശക്തി നേടണം. ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് ചത്തചാതഞ്ഞെന്നുള്ള പരിപാടിയെല്ലാം കളഞ്ഞേച്ച് ആത്മീയമായിട്ട് ശക്തിയോടൊന്ന് മുന്നേറാൻ കഴിയുന്ന ചില വിടുതലുകൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടേ മതിയാകും. ദൈവകൃപ എന്നൊക്കെ പറയുന്ന, ആത്മീയം എന്നൊക്കെ പറയുന്ന, പ്രാർത്ഥന എന്നൊക്കെ പറയുന്ന വെറും പ്രഹസനമായി മാറുകയാണ്. വെറും പ്രഹസനമാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ, ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞു, ഒത്തിരി സ്ഥലങ്ങളിൽ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്, മറ്റുള്ളവരെ കാണിക്കുക. കഴിഞ്ഞ ദിവസം ഒരു പുള്ളി പരസ്യം നടത്തുക, എന്നിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ കൊണ്ടിട്ട് ഞാൻ ചോദിച്ചു, അച്ചായൻ എന്ന് പോലെ പരസ്യം തുടങ്ങി? എന്റെ പാസ്റ്ററെ കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയതാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ പരസ്യം ഇഷ്ടം പോലെ നടത്താനായിട്ട് ഒരുങ്ങിയിരിക്കുക. കാരണം ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പരസ്യം നടത്തുക. ആരെ കാണിക്കാനാ? ഞാൻ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ, പക്ഷെ ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാ? സ്തോത്രം. ഈ ചെയ്യുന്ന ശുശ്രൂഷകൾ കർത്താവിന് വേണ്ടി മനഃപൂർവ്വം ഒരു സ്തോത്രമേ പറഞ്ഞുള്ളെങ്കിലും ഇത് ചെയ്യുന്നത് ആർക്ക് വേണ്ടി ചെയ്യുന്നു? പരമാർത്ഥതയോടെ ദൈവസന്നിധിയിൽ വിശ്വസതയോടെ നിന്ന് ദൈവത്തെ സേവിക്കാൻ കഴിയുന്ന ആ പരമാർത്ഥത തൂക്കി നോക്കുന്നവനാ ദൈവം കേട്ടോ. പരമാർത്ഥത തൂക്കി നോക്കുന്നവനാ ദൈവം. സ്തോത്രം. ആ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാപിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഈ ദിവസങ്ങളിൽ ദർശനത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ജനത്തെ തമ്പുരാൻ ആവശ്യമുണ്ട്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ കത്തിയ സ്വർഗീയ ദർശനം. അഗ്രിപ്പരാജാവിന്റെ മുമ്പിൽ ചങ്ങല ധരിക്കപ്പെട്ടവനായി നിൽക്കുമ്പോഴും പൗലോസ് പറയുക, എന്റെ ദർശനം മങ്ങിയിട്ടില്ല. ഇന്നും ഞാൻ ചെറിയവരോട് സാക്ഷ്യം പറയുന്നു, വലിയവരോട് സാക്ഷ്യം പറയുന്നു. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ ഇന്നും ചെയ്യുന്നു. ചെയ്യാൻ കഴിയുന്നുണ്ടോ? നീ പ്രാപിച്ച ദർശനത്തിനൊത്തവണ്ണം നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഈ ദർശനം എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ വാഹനമൊക്കെ നമ്മളെല്ലാം വാഹനം ഉപയോഗിക്കുന്നവരാ. ഇതിനകത്തൊരു മെഷീൻ ഉള്ളത് കൊണ്ടാ, എഞ്ചിൻ ഉള്ളത് കൊണ്ടാ ഇതെന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ബസ് വരുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന മൂവിങ്ങിന്റെ ശക്തി കൊണ്ട് സൈഡിൽ കിടക്കുന്ന ഈ കരികിലേയും കൂടെ ഇങ്ങനെ പറക്കും. കരികില പറയുന്നത് ഞാനും പോരുക, കോട്ടയത്തോട്ട് ഞാനും പോരുക എന്നാ പുള്ളി പറയുന്നത്. പക്ഷെ കരികിലെ ആ പറക്കുന്നതല്ലാതെ പിന്നെ പറക്കത്തില്ല. ഒരു അനക്കവാ, ഒരു ഭയങ്കര ചാട്ടം തുള്ളൽ വന്നി. ഇന്ന് കുറച്ച് കരികിലെ വിശ്വാസികളുണ്ട്, നല്ല ഒരു ഉണർവാണ്. പ്രവാചകൻ വന്ന് തലേ കൈ വെച്ച് 2 കുലുക്ക്. 2 ആഴ്ചത്തേക്കിനേ ഉള്ളൂ, 2 ആഴ്ചത്തേക്ക്. 3-ാമത്തെ ആഴ്ച പിന്നെ ചങ്കരൻ തെങ്ങല. പക്ഷെ അകത്തൊരു മിഷ്യൻ ഉണ്ടല്ലോ, ആ അകത്ത് കത്തുന്ന ഒരു മിഷ്യൻ ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. സ്തോത്രം. ഈ കുലുക്കവും ചാട്ടവും ഒന്നും വേണ്ട, ഇതിനകത്ത് കത്തുന്നൊരു മിഷൻ ഉണ്ടെങ്കിൽ നിന്നെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അകത്ത് കത്തുന്ന ഒരു വിഷൻ ഉണ്ടോ? ഞാനതാ ചോദിക്കുന്നത്. ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ അവസാനത്തെ ശ്വാസവും സ്തോത്രം എന്ന് പറയുന്ന സൂവായിട്ട് പോണം. അവസാനത്തെ ശ്വാസവും എങ്ങനെ പോകുന്നൊന്നും അറിയത്തില്ല. ഇന്ന് 30 വയസ്സുള്ള ഒരു ചെറുക്കന്റെ ശവ ശുശ്രൂഷ സംസ്കാര ശുശ്രൂഷ സംബന്ധിക്കാണ്ടിരിക്കുക. 30 വയസ്സേ ഉള്ളൂ. ബ്രെയിൻ ട്യൂമർ വന്ന് കഴിഞ്ഞ നാളിൽ സൗഖ്യമൊക്കെ ദൈവം കൊടുത്തതാണ്. ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ചതാ. ഇപ്പൊ ഒരു വലിയ പന്ത് കളിക്കാരനായി. പാമ്പാടി എന്റെ വീടിനടുത്താ. ഏതായാലും പെട്ടുമില്ല, ഇന്ന് അതിന്റെ അടക്കമാ. ഞാൻ പറഞ്ഞത് മനുഷ്യൻ എങ്ങനെ ഇവിടുന്ന് പോകുന്നതൊന്നും ആർക്കും അറിയത്തില്ല. എന്നാൽ ജീവിക്കുന്നിടത്തോളം കാലം കർത്താവിന് വേണ്ടി ദർശനത്തോടെ നിൽക്കാൻ ഈ തലമുറയിൽ ആരുണ്ടെന്നുള്ള ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആമേൻ. ദൈവത്തിന്റെ വചനത്തിനൊത്തവണ്ണം ദർശനം വരച്ചു വെക്ക്. ദൈവം കഴിഞ്ഞ നാളിൽ നിനക്ക് തന്നത് വരച്ചു വെക്ക്. കഴിഞ്ഞ നാളിൽ ദൈവം നിന്നെ വിളിച്ചത് വരച്ചു വെക്ക്. നിന്നിലൂടെ ചില പ്രവർത്തികൾ നടക്കട്ടെ. ഈ കാലങ്ങളിൽ ചില പ്രവർത്തികൾ നടക്കട്ടെ.
സ്തോത്രം. നമുക്ക് തോന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. അല്ലെന്നേ, നമ്മളെ കൊണ്ടാ പറ്റുന്നേ. സ്തോത്രം. കഴിയത്തില്ലെന്ന് പറയുന്ന സ്ഥാനത്താ ദൈവം പ്രവർത്തിക്കുന്നത്. മോശ പറഞ്ഞില്ലേ, ഓ എന്നെ കൊണ്ട് ഞാൻ ബിക്കനും തടിച്ച നാവുള്ളവന് ചെങ്കടലെ ബിജിക്കാന്നും പറഞ്ഞ് ബിക്കനോ ആയ മോശ വിളിച്ചു പറഞ്ഞല്ലോ. ആമേൻ. ബിക്കല്ല അവിടുത്തെ വിഷയം, അത്ഭുതം ദൈവമാ ചെയ്യുന്നത്. സ്തോത്രം. നിന്റെ കഴിവുകേടിനെ ദൈവം കഴിവാക്കി മാറ്റാൻ പോവുക. അതാ വിഷയം. കഴിവുകേടാന്ന് പറഞ്ഞിരിക്കാതെ കഴിവുകേടിനെ തമ്പുരാൻ കഴിവാക്കി മാറ്റും. എന്താ അത്ഭുതമുണ്ട്? മോശ ചോദിച്ചു, എന്റെ കയ്യിൽ എന്തോ അത്ഭുതമുണ്ട്. ദൈവം പറഞ്ഞു, വടിയിട്. വടിയിട്ടപ്പോഴാ പാമ്പായത്. ഇപ്പോഴും കയ്യിലിരിപ്പ് താഴെ ഇട്ടെങ്കിലേ അറിയുള്ളൂ കയ്യിൽ എന്താ ഇരിക്കുന്നെന്നുള്ളത്. പല പുള്ളികളും സ്തോത്രം അല്ലല്ലയോ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ കയ്യിലിരിക്കുന്ന പാമ്പാ. ഇട്ടെങ്കിലേ അറിയുള്ളൂ ഇവന്റെ കയ്യിരിക്കുന്ന ചുരുട്ടുകൂടുന്ന പാമ്പാന്നുള്ളത്. ചില സാഹചര്യം വരുമ്പോഴല്ലേ സ്വത്രം. ഇന്നാലേക്ക് ഒരാൾ പറഞ്ഞ പോലെ പാമ്പിനെ മനസ്സിലാക്കണമെങ്കിൽ പൊടിവാരി എറിയണമെന്ന് പറഞ്ഞ പോലെ മണ്ണുവാരി ഇട്ടെങ്കില് ഏത് പാമ്പാ ശരിയായി നിൽക്കുന്നെന്ന് തലമൊക്കും ചിലത്. കാരണം ആത്മീയമൊക്കെ കൊള്ളാം, നല്ല പ്രാർത്ഥനയും പാട്ടും ഒക്കെ. അവനവനെ ബാധിക്കുന്ന കാര്യം വരുമ്പോ പൊങ്ങും. സ്വത്രം. ഏതായാലും വേണ്ടില്ല, ദൈവസന്നിധിയിൽ ഒരു വടി, അത് കാട്ടുകമ്പായിരുന്നു. പക്ഷെ പിന്നീട് അത് ദൈവത്തിന്റെ വടിയായി മാറി. അത്ഭുതമായി മാറി. ഒന്നും കയ്യിലില്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ടെന്നേ. നിന്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന അത്ഭുതമാണ്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവം ഉപയോഗിക്കാൻ പോവുക. മോശ പറഞ്ഞു, ഞാൻ എന്ത് പറയും, ഞാനാകുന്നവൻ ഞാനാകുന്നു, I am that I am. ഞാൻ പറഞ്ഞത് മോശയുടെ പരാജയങ്ങളൊക്കെ ദൈവം വിജയമാക്കി മാറ്റിയില്ലേ? മോശ പറഞ്ഞു, ഞാൻ പരാജയപ്പെട്ടവനാ, ഇനി ഞാൻ എങ്ങനെ പോകും? ദൈവം പറഞ്ഞു, മരണമുണ്ടെങ്കിലും വിജയമാ, ഞാൻ നിന്നെ അയക്കാൻ പോവാ, ഞാൻ നിന്നെ അയക്കാൻ പോവാ. നീ തോറ്റെടുത്ത് ഞാൻ നിന്നെ അയക്കാൻ പോവാ, നീ നിന്ദിക്കപ്പെട്ടെടുത്ത് ഞാൻ നിന്നെ അയക്കാൻ പോവാ. ഓ യെസ്, ദൈവത്താൽ അയക്കപ്പെട്ടാൽ പരാജയം തോന്നുന്ന സ്ഥാനങ്ങളിൽ നിന്നെ വിജയിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം. സ്തോത്രം. ഇന്നലകളിൽ സംഭവിച്ച കെടുതികൾക്കപ്പുറത്ത് ഒരു ദൈവ പ്രവൃത്തി നിനക്ക് വേണ്ടി ചലിക്കുമെന്നുള്ളത് ആത്മാവിലെ ദൂത് കൈമാറുകയാ. ഓ, പരാജയപ്പെടുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ, ഓ എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ, കർത്താവെ ഞാൻ എങ്ങനെ മുന്നേറുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ, നിന്നെ പിടിച്ചൊതുക്കിയിരിക്കുന്ന ചില മണ്ഡലങ്ങളെ ആത്മാവിൽ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ജാഗരിച്ച് പ്രാർത്ഥിച്ച് ബലപ്പെട്ട് ദർശനത്തെ തെളിവായി വരച്ച ഈ ദിവസങ്ങളിൽ അനേകരോടത്തക്ക നിലയിൽ, അനേകരുടെ മുൻപിലോടത്തക്ക നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് പിന്നെയും നിന്നെ ശക്തീകരിക്കാൻ പോകുക. ആ ദൈവത്തിന്റെ കരം ഇന്ന് രാവിലെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ആത്മാവിൽ ഞാനത് രുചിച്ചറിഞ്ഞാണ് ഈ രാവിലെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ പ്രിയ സുനിൽ കുമാർ പാസ്റ്റർ വളരെ ക്ഷീണിതനാണെന്ന് ഞാൻ പറയുമ്പോൾ, അദ്ദേഹം ഒരു കാലത്ത് ദർശനത്തിന് വേണ്ടി ശക്തിയോടെ നിന്നയാളാ, ഇന്നും ശക്തിയോടെ നിൽക്കുന്നയാളാ. അദ്ദേഹത്തിന്റെ അകത്ത് കത്തിയിരിക്കുന്ന ദർശനം കെടാത്തത് കൊണ്ടാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാനിടയായിത്തീരുന്നത്. ക്ഷീണമുണ്ട്, ക്ലേശങ്ങളുണ്ട്, എങ്കിലും ഒന്നറിയാം, അകത്ത് കത്തിയ ദർശനത്തിന് മങ്ങലില്ല. ഈ ദിവസങ്ങളിൽ ഓ കർത്താവിന്റെ വരവ് വരെ ദൈവം ഏൽപ്പിച്ചത് ശക്തിയോടെ ചെയ്യുവാൻ എത്ര പേര് തയ്യാറാകും? ആമേൻ. ഓ, അവിടെ വായിക്കുന്നു, ആമേൻ, അത് വൈകിയാലും നിറവേറും. ഓർത്തോ, ഈ ദിവസങ്ങളിൽ ചിലത് വൈകിപ്പോയെന്ന് തോന്നാം. ഓ, ഇത്രയും നാളായല്ലോ കർത്താവേ ആ വിഷയത്തിന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, മറുപടി ഒന്നും കാണുന്നില്ല. ദർശനത്തോടെ കൃപയോടെ ഞാൻ നിന്നതാ, പ്രാർത്ഥിച്ചേൽപ്പിച്ചതാ, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് പറയുന്നു, ആമേൻ, അത് വൈകിയില്ല, അത് വൈകിയില്ല, അത് വരും 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 നിശ്ചയം. ആമേൻ. നിന്റെ വിഷയത്തിന്റെ മറുപടി വരും ദൈവമേ. 2025 ഒടുവിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അത് വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അത് വരും, അത് വരും, വരും, വരും. ഓ, വൈകിയില്ല. പലപ്പോഴും നമുക്ക് വൈകി എന്ന് തോന്നുന്ന സ്ഥലത്ത് തമ്പുരാന് വൈകിയില്ലെന്നേ. തമ്പുരാന്റെ പ്രവൃത്തി വരുന്നതാ. ഞാൻ ഈ കർത്താവുമായിട്ട് ശിഷ്യന്മാര് പടകി കയറി പോയപ്പോ അവിടെ ഒരു പദം കിടക്കുന്നുണ്ട്, ഏറ്റവും വലിയ ചുഴലിക്കാറ്റുണ്ടായി. ഏറ്റവും വലിയ, ആ വാക്യം അങ്ങനെ കിടക്കുന്നത്, ഏറ്റവും വലിയ ചുഴലിക്കാറ്റുണ്ടായി. പക്ഷെ താഴെ എഴുതിയിരിക്കുന്നു, ഏറ്റവും വലിയ ശാന്തതയുണ്ടായി. എടാ, ഏറ്റവും വലിയ ചുഴലിക്കാറ്റുണ്ടാകുന്നത് എന്തിനാ? പറയാം, ഏറ്റവും വലിയ ശാന്തത ഉണ്ടാകാനാ. എനിക്ക് മാത്രം ഏറ്റവും വലിയ ചുഴലിക്കാറ്റുണ്ടായത് എന്തിനാ? ഞാൻ 3 പ്രാവശ്യം ഭരിച്ചയാളാ. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ എന്തിനു പറഞ്ഞെന്ന് ചോദിച്ചാൽ, അതിന്റെ പുറകിൽ ഏറ്റവും വലിയൊരു ശാന്തത. ഓ,
നിനക്ക് വന്നു ഭവിച്ചതിന്റെ പുറകിൽ ഒരു വലിയ വിടുതൽ പകരാൻ ദൈവശക്തനാ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കടന്നു വന്ന പ്രതിസന്ധികളെ കണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞാട്ടെ, ഞാൻ ദർശനം വരയ്ക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച കൃപയ്ക്കൊത്തവണ്ണം കർത്താവിന് വേണ്ടി നിലനിൽക്കും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം തീരുമ്പോഴും നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, പൗലൂസിന്റെ ദർശനം അവസാനിച്ചില്ല. ഒരു വീട് വാടകയ്ക്കെടുത്ത് പ്രാഗൽഭ്യത്തോടെ സുവിശേഷം പ്രസംഗിച്ച് പോന്നു എന്നാ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന് ബന്ധനമില്ല, അവന്റെ ദർശനത്തിന് ബന്ധനമില്ല. പൗലൂസിനെ ആമേൻ ചിലപ്പോൾ റോമൻ കാരാഗ്രഹത്തിനകത്ത് വെച്ച് തലയറക്കാം, പക്ഷെ പ്രാപിച്ച ദർശനത്തിന് ബന്ധനമില്ല. അത് പിന്നെയും പിന്നെയും പടർന്നു പന്തലിക്കുക. റോമൻ സാമ്രാജ്യമല്ല, ലോകം മുഴുവൻ പടർന്നു പന്തലിക്കുന്ന ഒരു വലിയ ദർശനത്തിന് വേണ്ടി അതിന്റെ ഉടമയാക്കി ചലിക്കുന്ന ഒരു മിഷൻ അകത്ത് കൊടുത്ത് ഒരു മിഷനാക്കി മാറ്റി ശക്തിയോടെ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട ഒരു പൗലൂസിന്റെ ചരിത്രം. കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളന്മാരാൽ ഉണ്ടായ ആപത്ത്, അനവധി പ്രതിസന്ധികൾ, ഇതിന്റെ എല്ലാം നടുവിൽ സർവ്വസഭയെക്കുറിച്ചുള്ള ചിന്താഭാരത്തോടുകൂടെ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടൊരു ഭക്തന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് എന്നാ കിട്ടും പാസ്റ്ററെ? എന്നാ കിട്ടുമെന്നാ ചോദിക്കുന്നത്. കർത്താവിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചാൽ എനിക്ക് എന്നാ കിട്ടും? അങ്ങോട്ട് വല്ലതും കൊടുക്കാൻ പറ്റുമോ? നിന്നെ കൊടുക്കാൻ പറ്റുമോ? കിട്ടുന്നതൊക്കെ മേടിച്ചോ, അതിന് കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിന്നെ തന്നെ കർത്താവിന് വേണ്ടി ഇന്ന് രാവിലെ കൊടുത്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ തുടങ്ങുക. ദർശനമുള്ളവരായി ഈ തലമുറ കർത്താവിന് വേണ്ടി നിൽക്കാൻ ചിക്കാഗോ പ്രയർ ലൈനിൽ ആരുണ്ട്? ദൈവദാസിമാരെ, ദാസന്മാരെ, പ്രാപിച്ച ദർശനത്തിനൊത്തവണ്ണം 2025 ചിലത് വരച്ചു വെക്ക്. ദൈവം ചിലത് നിവർത്തിക്കാൻ പോകുക. ദൈവം ചിലത് നിവർത്തിക്കാൻ പോകുക. അത് വൈകിയില്ല, അത് വരാൻ പോകുക, അത് വരാൻ പോകുക. ഓ യെസ് 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 യെസ്. സ്നേഹിച്ച വീട്ടിൽ നമുക്കറിയാമല്ലോ, ലാസറിന്റെ ഭവനത്തിൽ കർത്താവ് അല്പം വൈകിയത് എന്തിനാണെന്നറിയാവോ? അതിനൊക്കെ ഉദ്ദേശമുണ്ട്. ദൈവത്തിന് പദ്ധതി ഇല്ലാത്ത ഒന്നുമില്ല. ചിലത് വൈകിയെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് നടക്കാൻ പോവുക. സ്തോത്രം, സ്തോത്രം. എലിസബത്തിന് ഒരു കുഞ്ഞിനെ വൈകിയെങ്കിൽ, ശക്കരിയാവിനൊരു കുഞ്ഞിനെ വൈകിയെങ്കിൽ, ശ്രേഷ്ഠമേറിയ ഒന്നിനെയാ ദൈവം കൊടുക്കുന്നത്. വൈകിയെങ്കിൽ അത് വരും നിശ്ചയം. വിശ്വസിക്കുക, പ്രാപിക്കുക, ദർശനത്തിന് വേണ്ടി നിൽക്കാം. ആമേൻ. എന്നെ ഇങ്ങനെ ക്ഷണിച്ച് ദൈവനെ ശുശ്രൂഷിപ്പാൻ അവസരം തന്ന കർത്തൃദാസൻ സുനിൽകുമാർ പാസ്റ്ററിനോടും പ്രത്യേകിച്ച് ചിക്കാഗോ പ്രേരണയിലുള്ള എല്ലാ കർത്തൃദാസിദാസന്മാരോടും ഇതിന് നേതൃത്വം വഹിക്കുന്ന എല്ലാ ദൈവജനത്തോടും ഒരു വാക്കിൽ നന്ദി പറയുന്നു. ഒരു കാര്യം കൂടെ പറയട്ടെ, ദർശനമുള്ളവരായി നിൽക്കാം. ഈ തലമുറയിൽ ഒതുങ്ങിക്കൂടരുതേ. പരിശുദ്ധാത്മാവ് നമ്മെ കണ്ടിരിക്കുക. പീതാംബരനെയോ ചാക്കോച്ചനെയോ അതിലെ പോകുന്ന ശോശാമയോ ഒന്നും ദൈവം കണ്ടില്ല. നിന്നെയാ ദൈവം കണ്ടേ, നിന്നെയാ ദൈവം വിളിച്ചത്, നിന്നെയാ ദൈവം തെരഞ്ഞെടുത്തത്. പറഞ്ഞാട്ടെ കർത്താവെ, ഞാൻ നിൽക്കും, ദർശനത്തിന് വേണ്ടി നിൽക്കും, ഞാൻ മുന്നേറും, ദൈവകൃപയ്ക്ക് വേണ്ടി മുന്നേറും. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെയും കുടുംബമായി പ്രാർത്ഥന ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞതിന് ശേഷം പാസ്റ്റർ NT സാംകുട്ടി പ്രാർത്ഥിച്ച് പോൾ ഗംഗാധര പാസ്റ്റർ ആശീർവാദം പറയുന്നതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ എത്ര പ്രിയമുള്ളവരെ, ഹബക്കൂക്ക് പ്രവാചകന്റെ പ്രവചനം ആരംഭിക്കുന്നത് തന്നെ ഒരു പ്രാർത്ഥനയോടെയാണല്ലോ. ദൈവമേ, നിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ, എത്രത്തോളം ഞാൻ കാത്തിരിക്കണം, എത്രത്തോളം ഞാൻ ദുഃഖിക്കണം എന്നൊക്കെയാണ്, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കണം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവ് ദാസന് പറഞ്ഞല്ലോ, ദർശനം, നമ്മുടെ ആ ദർശനത്തിനനുസരണമായിട്ട് നമുക്ക് നിലനിൽക്കാനായിട്ട് കഴിയണം. നമ്മൾ വായിക്കുന്നുണ്ട്, ദർശനമില്ലാത്തിടത്ത് ജനം നശിക്കുകയാണ്. അതുകൊണ്ടൊരു ഉണർവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. അതേസമയത്ത് ആ ഉണർവ് എവിടെയെങ്കിലും ആരംഭിക്കാനല്ല, ആ ഉണർവ് എന്നിൽ തന്നെ ആരംഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ആ വിശ്വാസത്തിന് വേണ്ടി ശക്തമായിട്ട് നിലനിൽക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നമുക്കത് ഏലിയാവിൻ്റെ ആ ജീവിതത്തിൽ കൂടെ വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഏലിയാവ് ഏകനായിട്ട് അവിടെ നിൽക്കുക, 950 പ്രവാചകന്മാർ, ബാലിൻ്റെ പ്രവാചകന്മാർ അവിടെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഏലിയാവ് തൻ്റെ ആ ദർശനത്തിൽ അടിയുറച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ തൻ്റെ ജീവനെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് അവിടെ നിന്നപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അഗ്നിയായിട്ടുമൊക്കെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്തതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടത്. അതുകൊണ്ട് നമ്മളിവിടെ വായിച്ചല്ലോ, പ്രവചനം വായിക്കുന്നവൻ
ആ തീഷ്ണതയോടുകൂടെ ഓടണം. ആ പ്രവചനം വായിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ആ വചനം വായിച്ചു കഴിഞ്ഞാൽ അവിടെ ശാന്തമായിട്ടിരിക്കാനായിട്ട് ഒക്കത്തില്ല. ആ ഒരു അഗ്നിയായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രവാചകൻ പറയാണ്, ഇതൊരു അഗ്നിയായിട്ട് എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ അസ്ഥികളിൽ ഇതൊരു അഗ്നിയായിട്ട് കത്തുകയാണ് എന്ന് യിരെമ്യാ പ്രവാചകൻ പറയുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആ പൗലോസ് പറയുന്നല്ലോ, അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിച്ച് ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ ദാസൻ എത്ര ശക്തിയോടുകൂടെയാണ് പറഞ്ഞത്, എത്ര തീഷ്ണതയോടുകൂടെയാണ് പറഞ്ഞത്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത് 1-2 പ്രാവശ്യം മരിച്ച വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞല്ലോ. നമുക്ക് ആ സാക്ഷ്യമൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ട്. ദൈവം അനുവദിക്കുമെങ്കിൽ നമുക്കതിന് സാവകാശം ലഭിക്കട്ടെ. പ്രിയമുള്ളവർ, ഈ ദിവസങ്ങൾ നമുക്കറിയാം വളരെ ദുർഘടമായിട്ടുള്ള സമയങ്ങളാണ്. അതുകൊണ്ട് കർത്താവ് നമുക്ക് ആ ദർശനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ദർശനം മറച്ചു വെക്കാതെ ആ ദർശനത്തിന് അനുസരണമായ ഫലം കായ്ച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ശക്തിയോടുകൂടെ സുവിശേഷത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി നിലനിൽക്കാം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, 30 വയസ്സുള്ള ഒരു വ്യക്തിയുടെ ശവസംസ്കാരത്തിന് വേണ്ടി പോവുകയാണ്. ബൈബിൾ കോളേജിലൊക്കെ പോയ ആളാണ്. പക്ഷേ എന്ത് സംഭവിച്ചെന്നറിയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ അന്ത്യം വരുമ്പോൾ ദൈവം നമ്മളെ കാണുന്ന, അല്ലെങ്കിൽ ലോകം നമ്മളെ കാണുമ്പോൾ പൗലോസ് പറയുന്ന പോലെ, ഞാൻ നല്ല ഓട്ടം ഓടി, നല്ല പോർ പൊരുതു, വിശ്വാസം ഞാൻ കാത്ത്, എന്നെ ഏൽപ്പിച്ചതെല്ലാം ഞാൻ നിറവടയായി നിവർത്തിച്ചു, എൻ്റെ ജീവിതം തന്നെ കർത്താവിന് വേണ്ടി ഒരു പാനീയാഗമായിട്ട് ഞാൻ ഒഴിച്ചു എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പ്രിയമുള്ളവരെ സാധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം നേടിയാലും എന്താണ് പ്രയോജനം? നമുക്ക് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി ഞാൻ പോകുമെന്നാണല്ലോ നമ്മൾ പാട്ട് പാടുന്നത്. അല്ലാതെ യാതൊന്നും നമുക്കില്ല. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ചെയ്തത് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. നമ്മുടെ അക്കൗണ്ട് ബുക്ക്, സ്വർഗത്തിലെ അക്കൗണ്ട് ബുക്ക് തുറക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചൊന്നും നമുക്കില്ല. നമ്മൾ കൊടുത്തു തീർത്തതും മറ്റുള്ളവർക്ക് കൊടുത്തതും കർത്താവിന് വേണ്ടി ചെയ്തതും ഒക്കെ മാത്രമേ നമുക്ക് ബാക്കിയുള്ളല്ലോ. അതുകൊണ്ട് നമുക്ക് ആ തീഷ്ണതയുള്ളവരായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ എത്ര തീഷ്ണതയോടുകൂടെ പറഞ്ഞ് ആ തീഷ്ണതയുള്ളവരായിട്ട് നമുക്കായിരിക്കാം. ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസന് വേണ്ടി ഞാൻ സൂചിപ്പിക്കാറുള്ളതുപോലെ നമ്മുടെ ഈ പ്രേരണയിൽ തിരുവല്ല സംസാരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ദാസന് ഈ ദിവസങ്ങളിൽ വളരെ ശക്തിയോടുകൂടെ കർത്താവ് നിലനിർത്തുന്നതിന് വേണ്ടി തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.